നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു ചേച്ചി? സത്യലക്ഷ്മി എന്ന പേര്. ചേച്ചി, ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിലെ MP കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെല്ലാം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിലെ മന്ത്രിമാർ തന്നെ ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വലിയ രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തിൽ? ഇത് വളരെ ചിരി വരുന്നൊരു സബ്ജക്റ്റാണ്. കാരണം ഈ പരിഹസിക്കുന്ന ഗണേഷ് കുമാറിനെയും സുരേഷ് ഗോപിനെയും കമ്പയർ ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരാൾ ആനാന്ന് നമ്മൾ പറയുമ്പോൾ ഒരാൾ കുഴിയാന മാത്രമാണ് അല്ലേ. സുരേഷ് ഗോപിനെ നമ്മൾ തലപ്പൊക്കമുള്ള പൂരത്തടമ്പ് ഏറ്റി നിൽക്കുന്ന കൊമ്പനോട് നമ്മൾ ഉപമിക്കുമ്പോൾ മറ്റേ ആളെ നമുക്കൊരു കുഴിയാന, അവസരവാദിയായിട്ടുള്ളൊരു കുഴിയാനായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ തമ്മിൽ കമ്പയർ ചെയ്യാൻ തന്നെ ഇല്ല. പിന്നെ നമ്മളൊക്കെ എന്ത് പറയാനാ, ഒരു കമ്പാരിസൺ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്താണ്? കേരളത്തിലെ ഒരു മന്ത്രി, ഒരു തുക്കട മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ മാതിരിയാണോ സുരേഷ് ഗോപി? അദ്ദേഹം അങ്ങനെയല്ല. നമ്മുടെ ലോകം ഉറ്റുനോക്കുന്ന, ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കം അങ്ങനെയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷേ ഗണേഷ് കുമാർ അങ്ങനെയാണോ? ഗണേഷ് കുമാർ അങ്ങനെയല്ല. 6330 കോടി രൂപ നഷ്ടത്തിലോടുന്ന KSRTCനെയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു പൊളിഞ്ഞ മന്ത്രിയല്ലേ. ഇപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ നടൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. മഹാനടനായിട്ടുള്ള, വളരെയധികം സിനിമകളിലെ ആൾക്കാരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അഭിനയം കാഴ്ചവെക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപി എവിടെ നിൽക്കണു? അദ്ദേഹം അഭിനയിച്ച എത്രമാത്രം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സഹനടൻ്റെ റോളിൽ വന്നിട്ട് മന്ത്രിപുത്രൻ എന്നുള്ള ആ ഒരു വാതിലിലൂടെ വന്ന് പല സിനിമകളിലൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുഖം കാണിച്ച് ഗണേഷ് കുമാർ എവിടെ കിടക്കുന്നു? ഇനി വേറെയുള്ള നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തുമാത്രം ആൾക്കാരെ സഹായിക്കുന്നു, എത്രമാത്രം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ വിഹാരരംഗം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോളാർ ശരീരമൊക്കെ ഉണ്ടായ കുട്ടി ഇപ്പോൾ പറയേണ്ടത് ഒരു മന്ത്രിയുടെയാണ് അല്ലേ? അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയണം. എനിക്ക് പേഴ്സണലായിട്ടുള്ള കിട്ടിയിട്ടുള്ള വിവരം ഇത് വേണമെങ്കിൽ ആർക്കും അന്വേഷിക്കാവുന്ന കൂടിയാണ്. ഈ ഗണേഷ് കുമാർ ഈ ലേഡിയായിട്ട് ഹോട്ടൽ റൂമിൽ താമസിച്ചതിൻ്റെ തെളിവുകൾ അന്ന് ഞാൻ സർവീസിലിരിക്കുന്ന കാലത്ത്, ഞാൻ ഗവൺമെൻറ് സർവീസിലിരിക്കുന്നതുകൊണ്ട് എനിക്കിതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ അതിലൊന്നും ഇടപെട്ടില്ല. അങ്ങനെ ഒരു ന്യൂസ് അന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഈ രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെ അതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാലോ പത്രത്തിലൊക്കെ വന്നിട്ടുള്ള കഥകൾ. ഇത്രയും മോശമായിട്ടൊരു ഒരു സിറ്റുവേഷനിൽ സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞു, മകൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയുമായിട്ട് ഉള്ള ബന്ധം, ഇയാളെ അടിച്ചതുമൊക്കെ നിങ്ങൾക്കറിയാലോ. ആ കഥകളൊക്കെ വളരെ പാട്ടാണ്. ഇപ്പം ഇത്ര ലോ ക്ലാസ് ആയിട്ടുള്ള ഒരാളെ, അങ്ങനത്തെ ഒരാളെ ഈ സുരേഷ് ഗോപിനെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കറിയാം ശ്രീവിദ്യാമ്മയുടെ പണത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അവർ വളരെയധികം അസുഖമൊക്കെ ബാധിച്ച് കിടക്കുന്ന സമയത്ത് അവരെ ചുറ്റിപ്പറ്റി അവരുടെ മരണപത്രത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിച്ച് വാങ്ങി അവർക്ക് അവശത നിലയിൽ കിടക്കുമ്പോൾ ആ പൈസ മുഴുവൻ അടിച്ചെടുത്തു അല്ലേ. എല്ലാം മീഡിയ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു തൊപ്പി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗണേഷ് കുമാർ? ഈ ഇപ്പം പറഞ്ഞ ഈ കമൻ്റ് ഉണ്ടല്ലോ, ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കമൻറ്റ് തന്നെയാണ്. നമ്മളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വയ്യാത്ത കുട്ടിക്ക് എന്തിനാ തൊപ്പിയെന്ന്? ദിവ്യാംഗനായിട്ടുള്ള ഒരു കുട്ടിക്ക് സമ്മാനമായിട്ട് സുരേഷ് ഗോപി ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പറയാണ് വയ്യാത്ത കുട്ടിക്ക് എന്തിനാണ് തൊപ്പി? ദിവ്യാംഗനായിട്ടുള്ള എല്ലാവരും കളിയാക്കണം. ഇങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുക, ശാരീരിക പരിമിതികളുള്ള അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ കളിയാക്കലല്ലേ ഇത് അല്ലേ? അതല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സംഘടനകൾ തീർച്ചയായിട്ടും കേസ് കൊടുക്കുക വേണ്ടത്. ഇയാൾക്കെതിരെ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചെറിയ സാധാരണക്കാരനല്ല, കേരളത്തിലെ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന കമൻ്റാണിത്. അത് ഇത്ര ഗൗരവതരമായിട്ടുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. സുരേഷ് ഗോപി ആ സമയത്ത് സാമ്പത്തികമായിട്ടും ആ കുട്ടിയെ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ സാമ്പത്തികമായിട്ട് അദ്ദേഹം സഹായിക്കുന്നതിൻ്റെ കഥ നമുക്കത് എന്താ പറയുക, എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നല്ല. അത്രയധികം സാമ്പത്തിക സഹായങ്ങൾ നാട്ടുകാർക്ക് ചെയ്യുന്ന ആണ് അദ്ദേഹം. ഈ കുട്ടിക്കും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ത്രീജനങ്ങളുടെ ഇടയിലുള്ള
ഒരു സ്വാധീനമുണ്ടല്ലോ, അത് വലിയ തരത്തിൽ ഇലക്ഷൻ അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് നിസ്സാരമായിട്ട് സാധിച്ചു. അത് ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴും ആൾക്കത് കൂടിയിട്ടേ ഉള്ളൂ വളരെയധികം. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും സുരേഷ് എന്ന് പറയുമ്പോഴേക്കും അവർ നമ്മുടെ SG സാർ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ, വലിയച്ഛൻ എന്ന് പറയുന്ന അങ്ങനെ പറയുന്നവരെ ഉണ്ട്. പിന്നെ ഒരു നാൾ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകർ തന്നെയാണ് ആളെ വിളിക്കുക നല്ലച്ഛൻ എന്നാണ് ആളെ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം വളരെയധികം ആളിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടും നമ്മുടെ ലേഡീസിനോട് ആൾ മിങ്കിൾ ചെയ്യുന്ന രീതി, അവരെ പ്രത്യേകിച്ച് അമ്മമാരെ പോലുള്ളവർ വളരെയധികം റെസ്പെക്ട് ചെയ്ത് മാത്രമേ ആൾ സംസാരിച്ചുള്ളൂ. കൂടിയിട്ടേ ഉള്ളൂ ആളോടുള്ള. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു കേട്ടോ? വിനയൻ. എന്താ ചെയ്യുന്നത്? ഓട്ടോ ഡ്രൈവറാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ MP ആണല്ലോ, സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനാണോ? തീർച്ചയായും. എന്തുകൊണ്ട് സന്തുഷ്ടനല്ല? അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തൃശ്ശൂർക്കാരായ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. കാരണം ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ പോയതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടിയും നമ്മുടെ ഭാരതത്തിന് വേണ്ടിയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഓരോന്നിലും ഞങ്ങൾ ഭാരതീയരെന്ന നിലയിൽ അഭിമാനിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇപ്പോൾ നോക്കിക്കാണേണ്ട വസ്തുത, യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 25 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള അധികം ദൂരേക്കൊന്നും പോകണ്ട. ഇപ്പോൾ നമ്മൾ 60 വർഷം 70 വർഷമൊക്കെ കണക്കെടുത്താലും ഈ ഒരു 25 വർഷത്തെങ്കിലും നമ്മൾ കണക്കെടുത്ത് നോക്കാം. ഈ 25 വർഷത്തിനുള്ളിൽ ജയിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി, അവരൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു നല്ല പദ്ധതിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുമോ? തൃശ്ശൂർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേസമയം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി MP ആവാതിരുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിനുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയാണ് ശക്തൻ മേൽപ്പാത എന്ന പദ്ധതി. അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. പേരടിച്ചെടുത്തത് ആരോ ആയിക്കോട്ടെ, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരോ ആയിക്കോട്ടെ, പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആ ഒരു മനുഷ്യൻ വരേണ്ടി വന്നു. മനസ്സാണത്. ആ മനസ്സ് തൃശ്ശൂർ കണ്ടറിഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തതും പാർലമെൻറ്റിലേക്ക് അയച്ചതും. അദ്ദേഹം ഇന്ന് ഭാരതത്തിൻ്റെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നാഗാലാൻഡിൽ പോയി വരെ അദ്ദേഹം അത്രയും ഭംഗിയായി അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.